നമസ്കാരം. പാകിസ്ഥാനികളെ പതിയെ, വളരെ പതിയെ, ഒച്ച താഴ്ത്തി പതിയെ വെല്ലുവിളിക്കിനി ഇന്ത്യയെ. ഒച്ചയിൽ നിലവിളിച്ച് തൊണ്ട വരണ്ടാൽ തൊണ്ട പൊട്ടിച്ചാവുകയല്ലാതെ രക്ഷയില്ല. അങ്ങനെ തൊണ്ടക്കുഴിയിലെ അവസാന തുള്ളി നീരും പറ്റി പാകിസ്ഥാനികൾക്ക് ഇനി ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പോലും ഇറക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതായി. ചാവാൻ കിടക്കുമ്പോൾ നാവിലിറ്റിക്കാൻ പോലും ഒരു തുള്ളി നീരില്ലാത്തവന്മാരാണ് ഇന്ത്യയുടെ മൂക്കുമുറിക്കുമെന്ന് ശബ്ദമുയർത്തുന്നത്. പാകിസ്ഥാന്റെ ഭരണകൂടം നീണ്ട നാളുകളായി വെള്ള സ്രോതസ്സുകളെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയതാണ്. ഇന്ത്യയോട് നേരിട്ട ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ ആവർത്തിച്ച് ചോദ്യം ചെയ്യുകയും അതിലൂടെ അന്താരാഷ്ട്ര വേദികളിൽ തന്നെ ഇന്ത്യയെ ചോദ്യം ചെയ്യാൻ മുതിരുകയും ചെയ്തു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ കുനാർ അണക്കെട്ട് അതേ വാട്ടർ ഡിപ്ലോമസിയുടെ മറുവശം തന്നെയാണ് പാകിസ്ഥാനുള്ള മറുപടി പോലെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനെതിരായ ജലയുദ്ധം രൂക്ഷമാക്കാൻ അഫ്ഗാനിസ്ഥാനും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിക്ക് സമാനമായി കുനാർ നദിയിലും പുതിയ ഉപരോധങ്ങൾ കൊണ്ടുവരാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നീക്കം. കുനാർ നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകുന്നത് നിയന്ത്രിക്കുന്ന പദ്ധതിയുമായി വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അഫ്ഗാൻ സുപ്രീം ലീഡർ മൗലവി ഹിബത്തുള്ള ആഖുൻസദ നിർദ്ദേശം നൽകിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മിനിസ്ട്രി ഓഫ് വാട്ടർ ആൻഡ് എനർജിയും അറിയിക്കുന്നു. ഇന്ത്യക്ക് പിന്നാലെ അഫ്ഗാനിസ്ഥാനും ജലയുദ്ധം ശക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ജലസുരക്ഷയെ കാര്യമായി തന്നെ ബാധിക്കും. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 480 കിലോമീറ്റർ നീളമുള്ള കുനാർ നദി പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂഖ പ്രവിശ്യയിലേക്കാണ് ഒഴുകുന്നത്. പിന്നീട് കാബൂൾ നദിയുമായി ചേർന്ന് സിന്ധു നദി സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാവും. 2021 അധികാരത്തിലെത്തിയ ശേഷം താലിബാൻ ഭരണകൂടം ജല ഊർജ മേഖലകളിൽ സ്വയം പര്യാപ്തത സ്ഥാപിക്കാൻ വലിയ ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെ അഫ്ഗാനിസ്ഥാന് തങ്ങളുടെ കൃഷി, വൈദ്യുതി ഉൽപാദനം എന്നിവയ്ക്ക് ആവശ്യമായ ജലം സ്വന്തമായി നിയന്ത്രിക്കാൻ കഴിയും. വാട്ടർ ആൻഡ് എനർജി വകുപ്പിന്റെ പ്രസ്താവന പ്രകാരം ഈ പ്രോജക്റ്റുകൾ അഫ്ഗാനിസ്ഥാന്റെ ഊർജ ആവശ്യങ്ങൾ 50% കുറയ്ക്കും. ഇനി അഫ്ഗാൻ വിദേശ രാജ്യങ്ങളിലെ ജലത്തെയോ ഊർജത്തെയോ ആശ്രയിക്കേണ്ടി വരില്ല എന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അഫ്ഗാൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. സമീപകാലത്ത് പാകിസ്ഥാനുമായി അതിർത്തി തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം എന്നതാണ് ശ്രദ്ധേയം. രണ്ടു രാജ്യങ്ങൾക്കിടയിൽ ഔപചാരികമായ ഒരു ജലപങ്കാളിത്ത കരാറും ഇല്ല എന്നും അഫ്ഗാനിസ്ഥാൻ നടത്തുന്നത് ഏകപക്ഷീയ ഇടപെടലുകളാണ് എന്നുമാണ് പാകിസ്ഥാന്റെ വിമർശനം. കുനാർ നദിയിലെ ജലമൊഴുക്ക് കുറയുന്നത് കാബൂൾ സിന്ധു സംവിധാനത്തെയും കാര്യമായി തന്നെ ബാധിക്കും. ഇത് പാകിസ്ഥാന്റെ ഭക്ഷ്യസുരക്ഷയെയും ഊർജ ഉൽപാദനത്തെയും തകർത്ത് തരിപ്പണമാക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഷമൈൻ പിരസാദ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. പാകിസ്ഥാന്റെ 60% കൃഷിഭൂമിയും സിന്ധു നദിയിലെ ജലത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. നദിയിൽ ഏതെങ്കിലും തരത്തിൽ ജലം കുറയുന്നത് രാജ്യത്ത് ഭക്ഷ്യക്ഷാമത്തിന് വരെ കാരണമാകും. അഫ്ഗാനിസ്ഥാനുമായി ഔപചാരിക കരാർ ഇല്ലാത്തതിനാൽ ഈ പ്രോജക്ട് പാകിസ്ഥാനെ കൂടുതൽ ദുർബലമാക്കുമെന്ന് അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ ഇരട്ട മുഖ നയങ്ങളുടെ പരാജയത്തിന്റെ തെളിവാണ്. ഒരു കാലത്ത് ഭീകരവാദത്തിന് പിന്തുണ നൽകി അഫ്ഗാനിസ്ഥാനെ അസ്ഥിരമാക്കിയ പാകിസ്ഥാൻ, അതേ പാകിസ്ഥാൻ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തന്നെ ജലത്തിൽ മുങ്ങാതെ മരുഭൂമിയായി മാറാൻ പോവുകയാണ് എന്നതാണ് ചരിത്രത്തിന്റെ വിസ്മയകരമായ കാഴ്ച. ഇന്ത്യയോടുള്ള വിരോധം വളർത്തി പാകിസ്ഥാൻ വളർത്തിയതൊക്കെ അതിന്റെ ആത്മാവിനെ തന്നെയാണ് നശിപ്പിച്ചത്. ഈ സംഭവത്തെ വെറുമൊരു പ്രതിസന്ധി എന്ന് വിളിക്കാനാകില്ല. ഇതാണ് ഒരു ന്യായമായ പ്രതികാരം, ഒരു കാർമിക നീതി. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വർഷങ്ങളായി നടത്തി വന്ന രാഷ്ട്രീയ പൈശാചികതയുടെ വെള്ളത്തിൽ തന്നെ ഇപ്പോൾ മുങ്ങുകയാണ് പാകിസ്ഥാൻ. ഒരിക്കൽ മറ്റുള്ളവരെ നശിപ്പിച്ച് അധികാരം നേടിയവർക്ക് ഇപ്പോൾ അതേ വരൾച്ചയാണ് തിരിച്ചെത്തുന്നത്. ഈ സംഭവം ലോകത്തിന് മുന്നിൽ എന്നും ഒരു സത്യമായി തന്നെ നിലനിൽക്കും. കർമ്മം നിശബ്ദമായ നീതിയാണ്, അതിനൊരിക്കലും മറവിയില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച